എല്ലാ കൂട്ടുകാർക്കും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ നാളത്തെ കഥയില് മത്സരം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. അപ്പൊ 2-3 റൗണ്ട് കഴിഞ്ഞു. ഇനിയിപ്പൊ ലാസ്റ്റ് റൗണ്ടിലേക്ക് കാര്യങ്ങൾ പോവാണ്. അപ്പൊ ലാസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ജഡ്ജസ് അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ജഡ്ജസ് ചോദിച്ചു, തൃപ്തികരമായിട്ടൊരു ദാമ്പത്യ ജീവിതം നയിക്കാനായിട്ട് എന്താ വേണ്ടേ, അതിന്റെ അളവുകോൽ എന്താണ്, നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു മറുപടി പറഞ്ഞാൽ മതി. അതിന് കുറച്ച് സമയം തരാം ഡിസ്കസ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവതാരിക പറഞ്ഞു, ഇനി കുറച്ച് സമയം ഇന്റർവെല്ലായിരിക്കും, അതിനുശേഷം അതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയാം. അങ്ങനെ രേവതി, സച്ചിയും ശ്രുതി അവരെല്ലാരും കൂടെ മാറിപ്പോയി ഇങ്ങനെ ആലോചിക്കുക, തൃപ്തികരമായൊരു ദാമ്പത്യ ജീവിതത്തിന് എന്താ വേണ്ടേന്ന്, അതിന്റെ അളവുകോലും എന്താന്ന്. അപ്പൊ ആലോചിച്ച് വേണം ഒരു മറുപടി പറയാനെന്ന് ശ്രുതിയോട് പറഞ്ഞു. അറിയാലോ, ഇതാണ് അവസാന ചോദ്യം. ഇതിനകത്ത് നമ്മൾ ജയിക്കുകയാണ്, ഉറപ്പായിട്ടും നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ലാസ്റ്റ് ക്വസ്റ്റിന് എനിക്കറിയാം, ഉറപ്പായിട്ടും നമുക്ക് സമ്മാനം കിട്ടുകയും ചെയ്യും. ആ സമയം ശ്രുതി പറഞ്ഞു, അല്ല തൃപ്തികരമായ ജീവിതത്തിന് എന്താ വേണ്ടത്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞു, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മനസ്സിലുള്ളത് പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്സും ക്ലാപ്പും ഒക്കെയാണ്. അങ്ങനെയുണ്ടെങ്കിൽ കൈയ്യട് കിട്ടിയോണം മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഒരു കാര്യം ചെയ്യാം, സച്ചി പറയൂല്ലോ, സച്ചിക്ക് അമ്മയോട് സ്നേഹം ഉണ്ടായിട്ടാണോ അമ്മയെ കുറിച്ചൊക്കെ നല്ലത് പറയുന്നത്? അല്ലല്ലോ, നമുക്കും അതുപോലെ സച്ചി പറയുന്നതിലും എന്തെങ്കിലുമൊക്കെ തട്ടി വിടാന്നേ. തൃപ്തികരമായ ഒരു ജീവിതത്തിന് വേണ്ടത് നമ്മളെപ്പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം. അവരുടെ സന്തോഷമാണ് നമ്മുടെ മനസ്സിന്റെ തൃപ്തി, സന്തോഷം എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോ ശ്രുതി വെച്ച്, അങ്ങനെയൊക്കെയോ? പിന്നല്ലാതെ ഇപ്പൊ നമ്മൾ ഇവിടെ വെറുതെ മത്സരത്തിന് വേണ്ടി അടിച്ചിറക്കുന്നതല്ലേ, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ ശ്രുതിയോട് പറയുന്നുണ്ട്. ശ്രുതിയോട് സമ്മതിച്ചു. ആ സമയം രേവതി സച്ചിയും കൂടെ ആലോചിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സച്ചി രേവതിയോട് ചോദിച്ചു, അല്ല ഈ തൃപ്തികരമായ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ രേവതി? അതെ, ഇപ്പൊ നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നില്ലേ, നമ്മുടെ ജീവിതം ഒരു തൃപ്തികരമായ ജീവിതമല്ലേ, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ഉത്തരം പറയും? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിയോട് സച്ചിയാണ് ഇഷ്ടമുള്ള പറഞ്ഞു. സച്ചി പറഞ്ഞു, നമുക്കൊന്നും ആലോചിച്ചുറപ്പിച്ച് തീരുമാനിക്കണ്ട, അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് അതങ്ങോട്ട് പറയാം, അത് സത്യസന്ധമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീകാന്തും വർഷയും കൂടെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തൃപ്തികരമായ ജീവിതത്തിന് 3-4 മക്കളെ ഞാൻ പ്രസവിക്കണമെന്നൊന്നും ഒരു കാരണവശാലും പറഞ്ഞേക്കല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അവിടെ വെച്ച് ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് പറയണം. ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കാര്യത്തിലും അങ്ങനെ തീരുമാനമായി. കുറച്ച് സമയം കഴിഞ്ഞു. മത്സരം വീണ്ടും തുടങ്ങുവാണ്. അങ്ങനെ മത്സരാർത്ഥികളെ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. അതിനുശേഷം ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാനായിട്ട് പറയാണ്. പിന്നീട് ഓരോരുത്തരുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പൊ അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അവരതിനൊക്കെ ഉത്തരം ഇങ്ങനെ കൊടുക്കുകയാണ്. ഒടുവിലെ ശ്രീകാന്തിനെ വർഷയുടെ ഒഴിവെത്തി. അപ്പോഴേക്കും ശ്രീകാന്തിനോടും വർഷയോടും ആ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു, ഞങ്ങൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല സാർ. ഓരോ ദിവസം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകണം, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കണം, അതൊക്കെയാണ് നിങ്ങൾ തൃപ്തികരമായ ഒരു ജീവിതം എന്ന് പറഞ്ഞാല്. പിന്നീട് മൈക്ക് വാങ്ങിയിട്ട് ശ്രീകാന്ത് പറഞ്ഞു, അതെ ടേക്ക് ഇറ്റ് ഈസി ആണ്, നമ്മൾ കൂടുതലായിട്ട് ഒന്നിനെക്കൊണ്ട് ചിന്തിക്കാണ്ട് പോവല്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തൃപ്തികരമായിട്ടൊരു ജീവിതം കിട്ടത്തില്ല. ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് നല്ല സന്തോഷകരമായിട്ട് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകണം, അതാണ് ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞു. അതിനുശേഷം ശ്രുതിയുടെ ഊഴമായിരുന്നു. അങ്ങനെ ശ്രുതി മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, സാർ തൃപ്തികരമായ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, മറ്റുള്ളവരെ കുറിച്ചും മറ്റുള്ളവരുടെ സന്തോഷത്തെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അവർക്കൊരു സന്തോഷം വന്നു കഴിയുമ്പോൾ അത് നമ്മളെ കൂടെ ബാധിക്കുന്ന കാര്യമല്ലേ? ശ്രുതി പറഞ്ഞു, അതെ ഹസ്ബൻഡ് പറഞ്ഞ് 100% ശരിയാ. നമ്മൾ മറ്റുള്ളവർക്കൊരു ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അതിലൂടെ നമുക്ക് ഒരു തൃപ്തി കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരേണ്ടത്. മറ്റുള്ളവരെ സഹായിച്ച് അതുപോലെ മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മൾ പങ്കുചേർന്ന് നമ്മൾ തൃപ്തികരമായ ജീവിതം നയിക്കുക, അതൊക്കെ അവരപ്പം വെറുതെ ഉണ്ടാക്കി പറഞ്ഞാണ്. അങ്ങനെ അവരുടെ ഊഴം കഴിഞ്ഞു. അടുത്തത് സച്ചിയുടെയും രേവതിയുടെയും ആയിരുന്നു. പിന്നീട് സച്ചി മൈക്ക് വാങ്ങി ആ കാര്യം പറയണം. സാറ് പറഞ്ഞ് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, എന്നാലും എന്റെ മനസ്സിലുള്ളതെന്ന് പറയാം. ഒരു മനുഷ്യന് തൃപ്തി എന്ന് പറയുന്ന അത് എവിടെയാ സാറുള്ളേ? ഒരു മനുഷ്യന് ഒരിക്കലും തൃപ്തി ആവത്തില്ല, എത്ര കിട്ടിയാലും മതിയാവത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യൻ മതി എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ, ആഹാരം. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊട്ടും കഴിക്കാൻ പറ്റില്ല. വയറ് നിറച്ചു പഴയഞ്ചോറ് കഴിച്ച ഒരാളുടെ മുന്നിലേക്ക് ബിരിയാണി കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയും എനിക്ക് മതി, വേണ്ടാന്നാ പറയത്തുള്ളൂ. പക്ഷെ വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും അവനത് പറയില്ല എന്ന് പറഞ്ഞു. പിന്നീട് രേവതി മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, അതെ സച്ചേട്ടന്മാർ ശരിയാണ്, ഒരു മനുഷ്യനെ തൃപ്തി എന്ന് പറഞ്ഞ ഒരു കാര്യം അത് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എത്ര കിട്ടിയാലും മതിയാവില്ല. കാരണം കിട്ടുന്ന അനുസരിച്ച് പിന്നെയും പോരട്ടെ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ അതിന്റെ പിന്നാലെ നടക്കും. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. എത്ര കിട്ടിയാലും തികയില്ല. അപ്പോഴേക്ക് സച്ചി പറഞ്ഞ, അത് ശരിയാ,
എന്റെ രേവതിയുടെ കാര്യം തന്നെ, രേവതി ആണെങ്കിലും ഇത് നിർത്താതെ പോകട്ടെന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും ഓട്ടം പോകുന്നുണ്ട്, ഞങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഓടുവാണ്. ആ ഒരു ഓട്ടം തന്നെ ഒരു ജീവിതമല്ലേ, ഒരു തൃപ്തികരമായ ജീവിതം ഞങ്ങളിപ്പോ നയിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെയൊക്കെ സച്ചിൻ രേവതിയും പറയാണ്. പിന്നീട് ജഡ്ജസ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ആരാണ് ആദ്യം പോയി സോറി പറയണത്? ഭാര്യ ഭർത്താവിനോടാണോ ഭർത്താവ് ഭാര്യയോടാണോ സോറി പറയണേ? അങ്ങനെ ആദ്യം ശ്രീകാന്തിനോടും വർഷയോടുമാണ് ചോദ്യം ചോദിച്ചത്. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വർഷ മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, സ്ഥിരമായിട്ട് സോറി പറയാനുള്ളത് ഇവനാണ്, ശ്രീകാന്താണ്. കാരണം അവനാണല്ലോ തെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അവൻ എന്നോട് സോറി പറഞ്ഞുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്ത് മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, അതെ, ഞാൻ തന്നെയാ സോറി പറയാറുള്ളത്. കാരണം എനിക്കറിയാം അവളുടെ വായിന്ന് സോറി എന്നൊരു വാക്ക് വരത്തില്ലെന്ന്. കാരണം അവൾ തെറ്റ് ചെയ്താലും അവൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. പിന്നെ സോറി എന്നൊരു വാക്കൊന്നും അവളുടെ വായിന്ന് വരത്തില്ല, വേണേ സാരിന്ന് വന്നിരിക്കും, പക്ഷെ സോറി എന്ന് വരത്തില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ ചിരിച്ചു. പിന്നീട് ശ്രുതിയുടെ ഊഴമായിരുന്നു. ശ്രുതിയുടെ സ്വഭാവം അറിയാലോ. ശ്രുതി മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ സോറി എന്നൊരു വാക്കെതിരായിട്ടും പറയേണ്ട ആവശ്യം വന്നിട്ടില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അതെ, ഞങ്ങൾ തമ്മിൽ അത്ര അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ജീവിക്കുന്നത്. ഒരാൾക്ക് ഒരാളെ അറിയാം, പരസ്പരം അറിയാം. അതുകൊണ്ടൊരു വഴക്കുകളും കാര്യങ്ങളൊന്നും കൂടേണ്ട വന്നിട്ടില്ല. ശ്രുതി പറഞ്ഞു, ഞങ്ങൾ ഇതിനായിട്ടും വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സോറി പറയേണ്ടതും വന്നിട്ടില്ല. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വാക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെന്നൊക്കെ പറയുക. മൊത്തം കള്ളത്തരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ടപ്പോ സച്ചി രേവതി ഒന്ന് നോക്കി. അവസാനം സച്ചിക്കും രേവതിക്കും മയക്ക് കിട്ടണം. അപ്പൊക്കെ സച്ചി പറഞ്ഞു, ഇതൊക്കെ ആദ്യം എന്നോട് ചോദിക്കേണ്ട സാറേ, എന്താ ഞാൻ പറഞ്ഞേരം. നാട്ടിലുണ്ടാകുന്ന വഴക്കിനേക്കാളും കൂടുതൽ വഴക്ക് ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോ ഒരു നിമിഷം എല്ലാവരും അന്തം വിട്ടുപോയി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അതെ, ഭാര്യ ഭർത്താക്കന്മാരുടെ വഴക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർവ്വസാധാരണമാണ്. രേവതി പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾക്കിടയിൽ എപ്പോഴും തന്നെ വഴക്കൊക്കെ ഉണ്ടാകും, പക്ഷെ അത് അധിക സമയമൊന്നും നീണ്ടു നിൽക്കില്ലെന്ന് പറയാണ്. സച്ചി പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടായപ്പോലും ഞങ്ങളിങ്ങനെ സോറി ഒന്നും പറയാറില്ല. അത് കേട്ടൊക്കെ എല്ലാരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. ഞാനേ അവൾക്ക് അലുവ വാങ്ങിച്ചോണ്ട് കൊടുക്കും, അതാ പതിവ്. അലുവ അല്ലെങ്കിൽ മുല്ലപ്പ് വേണം, പക്ഷെ അവൾക്ക് മുല്ലപ്പ് മേടിച്ചോണ്ട് കൊടുക്കേണ്ട ഇല്ലല്ലോ. കാരണം മുല്ലപ്പ് കേട്ടുന്ന പെണ്ണിനെന്തിനാ, പൂക്കട വെച്ചിരിക്കുന്ന പെണ്ണിനെന്തിനാ മുല്ലപ്പ് കൊണ്ടേ കൊടുക്കുന്നേ? അവളുടെ കൈക്ക് എപ്പോഴും ഒരു മുല്ലപ്പൂവിന്റെ വാസനയായിരിക്കും, എപ്പോഴും മുല്ലപ്പ് കിട്ടുന്നതുകൊണ്ട്. ഇത് കേട്ടതും എല്ലാരും കൂടെ ചിരിക്കുകയാണ്. ആ സമയത്ത് രേവതി പറഞ്ഞു, അത് ശരിയാ, ഞാൻ സച്ചിയാനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും, പക്ഷെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ സച്ചിയാന് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കും. അതോടുകൂടി ആ പിണക്കവും കാര്യങ്ങളും അവിടെ നിൽക്കും. അല്ലാതെ ഞങ്ങൾ സോറി ഒന്നും പറയാറില്ല എന്ന് പറയണം. ശരിക്കും കെട്ടുന്ന പൂ പോലെയാണ് ഞങ്ങൾ തമ്മിലുള്ള വഴക്കം. അതൊരു ദിവസം വഴക്ക്, ഒരു ദിവസം കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് മാറും എന്ന് പറയണം. പൂ വാടുന്ന പോലെ തന്നെ ആ പിണക്കം അങ്ങോട്ട് മാറും, അധിക സമയം നീണ്ടു നിൽക്കില്ല എന്ന് പറയണം. അത് കേട്ടപ്പോഴത്തേനും എല്ലാരും കൂടെ ചിരിച്ചുകൊണ്ട് കൈയടിക്കുകയാണ്. ശ്രുതിക്കും അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എല്ലാ റൗണ്ട്സും കഴിഞ്ഞു. അവതാരിക പറഞ്ഞു, അങ്ങനെ എല്ലാ റൗണ്ട്സും കഴിഞ്ഞു, ഇനിയിപ്പോ ഇതിന്റെ റിസൾട്ടാണ്. ജഡ്ജസിന് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. അപ്പൊ ഈ കോമ്പറ്റീഷൻ പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കാൻ പറയണം. അങ്ങനെ കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം റിസൾട്ട് വരണം. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പൊ ജഡ്ജസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയാണ്, ആർക്ക് കൊടുക്കണം എന്നതിനെക്കുറിച്ചൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തുവാണ്. ഇത്തിരി കഴിഞ്ഞപ്പം ജഡ്ജസ് പറഞ്ഞു, അതെ, ഇനിയിപ്പൊ റിസൾട്ട് പറയാൻ പോവാ, പക്ഷെ അതിനു മുമ്പ് ഇവിടെ പങ്കെടുത്ത മത്സരാർത്ഥികളെ കുറിച്ച് ഞങ്ങൾക്ക് ഇത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. പിന്നെ ആദ്യം ശ്രുതിയുടെ കാര്യത്തെക്കുറിച്ച് പറയാൻ വരുവാണ്. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ശ്രുതി പറഞ്ഞു, അറിയാം സാർ, ഞങ്ങളല്ലേ വിൻ ചെയ്തേക്കുന്നേ. അതെ, പറഞ്ഞു വരുന്നതിന് മുമ്പ് ഇങ്ങനെ തോക്കി കയറി വെടിവെക്കാതെ ഞങ്ങൾക്ക് പറയാനൊരു അവസരം തരാൻ പറയണ. പിന്നെ ശ്രുതി ഒന്നും മിണ്ടിയില്ല. ആ സമയത്ത് ജഡ്ജസ് പറഞ്ഞു, അതെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരി തന്നെ, പക്ഷേങ്കില് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൈസ വാങ്ങാൻ വേണ്ടി മാത്രം, അതായത് ഇതിനകത്ത് വിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തിരി പോളിഷ്ഡ് ആയിട്ട് സംസാരിച്ച പോലെ ഞങ്ങൾക്ക് തോന്നി, എല്ലാം ഉണ്ടാക്കി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നി എന്ന് പറയണം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അതെങ്ങനെയാ സാർ ശരിയാന്നേ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നെ തെറ്റായിരുന്നു, നിങ്ങൾ ചോദിച്ച കാര്യങ്ങളെ ശരിയല്ല, എന്നിട്ട് പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കണം, അവരെ ചോദ്യം ചെയ്യണം. ഇത് കേട്ടപ്പം ജഡ്ജസിന് ദേഷ്യമായി. അപ്പോഴേക്കും ആ ചോദ്യം ചോദിച്ച് ജഡ്ജസ് പറഞ്ഞു, എന്താണല്ലോ ഇത്രയും പറഞ്ഞല്ലേ, അതുകൊണ്ടൊരു കാര്യം പറയാം, നിങ്ങളിങ്ങോട്ട് വന്നിരിക്കുക, ഇത്രയും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാന്ന് പറയാണ്. നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞാന്നുള്ള തെളിവ് സഹിതം കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയണം. അങ്ങനെ എല്ലാവരും അവിടെ വന്നിരുന്നു. അപ്പോഴേക്ക് സ്ക്രീനിൽ ശ്രുതിയും കൂടി ആലോചിച്ചേ. കാരണം ഒരു നല്ല തൃപ്തിപരമായ ജീവിതത്തിന് എന്ത് വേണം എന്നുള്ള ചോദ്യത്തിന് അവരവിടെ വന്നിട്ട് കൂടി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ പറയാം, മറ്റുള്ളവരുടെ സന്തോഷമാണ് നമുക്ക് പ്രധാനം, അങ്ങനെയൊക്കെ പറയണം, അല്ലെങ്കിൽ നമുക്ക് മാർക്സ് കിട്ടത്തില്ല. ഇവിടെ നമുക്ക് ക്ലാപ്പും മാർക്സും ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞേ മതിയാവുള്ളൂ. നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് ഇപ്പൊ അവര് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ.
അങ്ങനെയൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബെസ്റ്റ് കപ്പിൾസിനെ അല്ലേ തെരഞ്ഞെടുക്കുന്നേ. അപ്പൊ അവരെങ്ങനെയുള്ളവരാന്ന് അറിയണമല്ലോ. നല്ല ഭാര്യ ഭർത്താക്കന്മാരാണോ, നല്ല രീതിയിൽ ദാമ്പത്യ ജീവൻ നയിക്കുന്ന ആണോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാമറയിൽ ഇത് കാര്യങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ആകെപ്പാടെ നാണം കെട്ടുപോയി. മുഖം കുനിഞ്ഞു പോയി. മുഖം ഉയർത്താൻ പോലും അവർക്ക് പറ്റിയില്ല. ആ സമയത്ത് മറ്റേ ഇന്ദുകല മാഡം പറഞ്ഞു, ഞാൻ കുടുംബ കോടതി ജഡ്ജായിരുന്ന. അവര് പറഞ്ഞു അവരിതുവരെയായിട്ടും കലഹമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വഴക്ക് സർവ്വസാധാരണമാണ്. അങ്ങനെ വഴക്കുണ്ടായി മാത്രമേ അവർ നല്ല ഭാര്യ ഭർത്താക്കന്മാരാവത്തുള്ളൂ. അല്ലെങ്കിൽ അവരൊരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമായിരിക്കും നയിക്കുന്നത്. അവരുടെ ഇടയിൽ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. അവര് വലിയൊരു എന്തോ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ട് പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും നല്ലൊരു ഭാര്യയ്ക്കും ഭർത്താവിനും വഴക്കുണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. ഭാര്യ ഭർത്താക്കന്മാരാണോ ഇടയ്ക്കിടയ്ക്ക് ചില സൗന്ദര്യ പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. പിന്നീട് ശ്രീകാന്തിന്റെയും വർഷയുടെയും കാര്യം പറയണം. ഇവർക്ക് ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല. ഇവരിപ്പോഴും ഇവിടെ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് തല്ലി പിടിക്കുകയോ ചെയ്യുന്നേ. 2-3 കുട്ടികൾ വേണമെന്ന് ഭർത്താവ് പറയുമ്പോൾ ഭാര്യ അതിനെ എതിർക്കുന്നു. ശരിക്കും പറഞ്ഞാല് ഇവരുടെ ഉള്ളില് ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണ് ചിന്ത വന്നിട്ടില്ല. അത് മാത്രല്ല ഇവരിപ്പോഴും ആ സ്നേഹിച്ച് നടക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇത്രയും കൂടെ പാകുതയും പക്വതയും ഒക്കെ വരാനുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വർഷ എഴുന്നേറ്റിട്ട് പറഞ്ഞു, താങ്ക് യു സാർ. സാറ് പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഇപ്പോഴും സ്നേഹിച്ച് നടക്കുന്ന പോലെയാ. ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവെന്ന് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. അങ്ങനെ ഇതിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ലെന്ന് പറയണം. ശ്രീകാന്തും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിനകത്ത് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് രേവതിയുടെ സച്ചിയുടെയും കാര്യത്തെക്കുറിച്ച് പറയണം. നല്ല കാര്യങ്ങൾ മാത്രം അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. രേവതി സച്ചി നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പെർഫോമൻസ് അല്ല, അവരവരുടെ യഥാർത്ഥ ജീവിതമാണ് ഇവിടെ പങ്കുവെച്ചത്. കലഹങ്ങളെക്കുറിച്ച് വഴക്കുണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണെങ്കിലും അവര് പരസ്പരം ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പിന്നെ രേവതിയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും സച്ചിക്ക് 100 നാവാ. രേവതി കണ്ണുകെട്ടി പൂ കിട്ടുന്ന സമയത്ത് സച്ചിയുടെ ടെൻഷൻ കണ്ടു. സച്ചി രേവതിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് അതിനകത്തൊന്ന് അറിയാനായിട്ട് പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ. കാരണം സൈക്കോളജിസ്റ്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അയാൾക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേനും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അത് മാത്രമല്ല പല കാര്യങ്ങളും അവരുടെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും അവർ ജെന്യുവൻ ആയിട്ടാണ് സംസാരിച്ചത്. അവരുടെ ഇടയിൽ ഒരു ഒളിയും മറയില്ല. അവരുടെ പൈസ കണക്കുകൾ പോലും 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനപ്പാടമാണ്. എല്ലാ കാര്യങ്ങളും അറിയാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെ പെർഫോം ചെയ്ത രേവതി സച്ചിൻ തന്നെയാന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ റിസൾട്ടാണ് വേണ്ടത്. അങ്ങനെ റിസൾട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഈ സമയം ശ്രുതിയുടെ ഒക്കെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇത്ര സമയം ഫസ്റ്റ് കിട്ടുമെന്നും പറഞ്ഞിരുന്ന ഒടുവിൽ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. രേവതി സച്ചിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വിന്നർ രേവതി സച്ചി എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ശ്രീകാന്തിനും വർഷയ്ക്കും. ശ്രുതിയുടെ മുഖാകപ്പട വല്ലാതായി പോയി. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല അവര് ഇങ്ങനൊരു പണി കിട്ടുമെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.